എടാ നമ്മളപ്പം ഇതിനകത്തിൽ ഫസ്റ്റ് പഠിക്കാനായിട്ട് പോകുന്ന പ്രോബ്ലംസ് നമുക്ക് അന്നേരം മെയിനായിട്ട് വരുന്നത് ഇത്രയും ടൈപ്സ് ആണ്. ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ്, ലാസ്റ്റ് കം ഫസ്റ്റ് സെർവ്, ഷോർട്ടസ്റ്റ് ജോ ഫസ്റ്റിൻ്റെ തന്നെ രണ്ടെണ്ണം ഉണ്ട്, പ്രീഎംറ്റീവ് ആൻഡ് നോൺ പ്രീഎംറ്റീവ്, പ്രയോറിറ്റി ബേസ്ഡിൻ്റെ രണ്ട് ടൈപ്പ് ഉണ്ട്, പ്രീഎംറ്റീവ് ആൻഡ് നോൺ പ്രീഎംറ്റീവ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് അതിനകത്തിൽ ചെയ്യുന്നത് എന്താ, ഫസ്റ്റ് കം ഫസ്റ്റ് സെർവാണ് നമ്മളിവിടെ ആദ്യമായിട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് കം ഫസ്റ്റ് സെർവിനകത്തിൽ ആദ്യമേ നമുക്ക് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കാൽക്കുലേറ്റ് ആവറേജ്, അത് ആദ്യമേ ഒന്നുമില്ല, ആദ്യമേ ആര് വരുന്നോ അതനുസരിച്ച് നമ്മൾ കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് പ്രോസസ്സ് ഇതിനകത്ത് നമ്മൾ അറൈവൽ ടൈം വെച്ചിട്ടായിരിക്കും ചെയ്യുന്നത്. പ്രോസസ് ഐ ഡി ഉണ്ട്, അറൈവൽ ടൈം ഉണ്ട്, ബേസ്റ്റ് ടൈം ഉണ്ട്. ഓക്കെ, പ്രോസസ് ഐ ഡി ഉണ്ട്, അറൈവൽ ടൈം ഉണ്ട്, നമുക്ക് പിന്നെ അതുപോലെ തന്നെ ബേസ്റ്റ് ടൈം ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ അത് വെച്ചിട്ട് ഗൺ ചാർട്ട് വരയ്ക്കും. ഈ ഗൺ ചാർട്ട് വരച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ബാക്കിയുള്ളത് ഏകദേശം എല്ലാം ചെയ്യാനായിട്ട് പറ്റും. ഈ ഗൺ ചാർട്ടാണ് നമ്മുടെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം. ഫസ്റ്റ് നമുക്ക് അറൈവൽ ടൈം നോക്കാം. അറൈവൽ ടൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമേ എത്തുന്ന സമയം. ഇവിടെ ഒരു ക്യൂ ആണ് ഉള്ളത്, ഇങ്ങനൊരു ക്യൂ ആണുള്ളത്. ഈ ക്യൂവിലോട്ട് ഇവരെത്തുന്ന സമയമാണ് പറയുന്നത്. ഇവർ ഈ ക്യൂവിൽ വരുന്ന അനുസരിച്ച് ഇവരെ ഇങ്ങനെ നമ്മൾ കൊണ്ടുവന്ന് നിർത്തും. ഏറ്റവും ആദ്യമേ വരുന്ന ആൾ ഇവിടെ നിൽക്കും, പിന്നെ ആൾ ഇവിടെ നിൽക്കും, പിന്നെ ആൾ ഇവിടെ നിൽക്കും, ഇങ്ങനെ പിന്നെ ആൾ ഇവിടെ നിൽക്കും, അങ്ങനെ നിൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് അറൈവൽ ടൈം. ഏറ്റവും ആദ്യമേ എത്തുന്ന ആരാടാ? അറൈവൽ ടൈം 0. അറൈവൽ ടൈം 0. P3 ആണ് ആദ്യമേ എത്തിയത്. ഇത് ബേസ്റ്റ് ടൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈം ഓഫ് എക്സിക്യൂഷൻ, എക്സിക്യൂട്ട് ചെയ്യാൻ എത്ര സമയം എടുത്തു എന്നാണ് എന്തിനകത്തിൽ പറയുന്നത്, നമ്മുടെ ബേസ്റ്റ് ടൈമിനകത്തിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ P3 ഫസ്റ്റ് വന്നത് P3 എത്തി, 0യിൽ P3 എത്തി. 0യിൽ P3 എത്തിയിട്ട് എത്ര ബേസ്റ്റ് ടൈം എത്രയായിരുന്നു? 3 മില്ലി സെക്കൻഡ് അത് എക്സിക്യൂട്ട് ആവും. 0 to 3. 3 മില്ലി സെക്കൻഡ് കഴിയുമ്പോൾ വേറെ ആരെങ്കിലും വന്നോ? 3 മില്ലി സെക്കൻഡ് കഴിഞ്ഞു, ആരും വന്നില്ല. അപ്പം പിന്നെ ആൾ വരുന്നത് P1 4th മില്ലി സെക്കൻഡിലാണ്. അപ്പോൾ P3 എക്സിക്യൂട്ടായ 3 മില്ലി സെക്കൻഡ് തൊട്ട് P1 വരാനെടുത്ത 4ാമത്തെ മില്ലി സെക്കൻഡ് വരെ നമ്മുടെ CPU എന്തായിട്ട് റിമൈൻ ചെയ്യുമെന്നറിയാവോ? ഐഡിലായിട്ട് റിമൈൻ ചെയ്യും. എന്തായിട്ട് റിമൈൻ ചെയ്യും? ഐഡിലായിട്ട് റിമൈൻ ചെയ്യും. അത് കഴിയുമ്പോൾ പിന്നെ വന്ന ഓർഡറിൽ നമ്മൾ ഏറ്റവും ഫസ്റ്റ്, പിന്നെ അത് കഴിഞ്ഞപ്പോൾ അറൈവൽ ടൈം P1 കഴിഞ്ഞു, പിന്നത്തെ അറൈവൽ ടൈം P5 ആണ്, അത് കഴിഞ്ഞിട്ട് P2 ആൻഡ് ദെൻ P4. ഇത് രണ്ടും 6 ആണ്. അതിൽ ഇഷ്ടമുള്ളതിനെ എടുക്കാം. പിന്നെ മെയിൻലി നമ്മൾ ഏറ്റവും മണ്ടയ്ക്ക് എഴുതിയിരിക്കുന്നതിനെ ആയിരിക്കും ആദ്യമേ നമ്മൾ എടുക്കുന്നത്. ഓക്കെ, ഗൺ ചാർട്ട് വരച്ചു കഴിഞ്ഞു. ഗൺ ചാർട്ട് എങ്ങനെയാണ് വരച്ചത്? 0 to 3, 4 തൊട്ട് 4 വരെ ഐഡിൽ ടൈം. പിന്നെ P1ൻ്റെ ടോട്ടൽ ബേസ്റ്റ് ടൈം എത്ര? 5. അതായത് 4 സെക്കൻഡിൽ തുടങ്ങി 5 മില്ലി സെക്കൻഡ് അത് എക്സിക്യൂട്ട് ചെയ്തു. ടോട്ടൽ എത്രയായി? 4 + 5 9. വീണ്ടും P5ൻ്റെ ബേസ്റ്റ് ടൈം എത്ര? 4. അതായത് 9 മില്ലി സെക്കൻഡിൽ തുടങ്ങി 4 മില്ലി സെക്കൻഡ് എക്സിക്യൂട്ട് ചെയ്തു, 13. അങ്ങനെ ഫൈനൽ കംപ്ലീഷൻ ടൈം നമ്മുടെ P4ൻ്റെ വരെ എത്രയാണ്? 19 വരെയാണ്. 19. ഇതെല്ലാം മില്ലി സെക്കൻഡ്സിലാട്ടോ കിടക്കുന്നത്. മില്ലി സെക്കൻഡാണ് നമ്മുടെ ലാസ്റ്റ് ഇത് കംപ്ലീറ്റ് ആവാനായിട്ട് എടുത്ത ടൈം. ടേൺ അറൗണ്ട് ടൈമിൻ്റെ ഇക്വേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കംപ്ലീഷൻ ടൈമേ മൈനസ് അറൈവൽ ടൈം, വെയിറ്റിംഗ് ടൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടേൺ അറൗണ്ട് ടൈമേ മൈനസ് ബേസ്റ്റ് ടൈം. അപ്പോൾ അതിൻ്റെ ഇത് നമുക്ക് നോക്കാം. ടേബിൾ വരയ്ക്കാം. പ്രോസസ് ഐ ഡി, അറൈവൽ ടൈം, ബേസ്റ്റ് ടൈം, ഇത്രയും നമ്മുടെ ക്വസ്റ്റ്യനകത്തിൽ തന്നെ ഉണ്ട്. നമുക്ക് പിന്നെ എന്തൊക്കെ വേണം? കംപ്ലീഷൻ ടൈം വേണം, ടേൺ അറൗണ്ട് ടൈം വേണം, വെയിറ്റിംഗ് ടൈം വേണം. വെയിറ്റിംഗ് ടൈം, കംപ്ലീഷൻ ടൈം, ടേൺ അറൗണ്ട് ടൈം, വെയിറ്റിംഗ് ടൈം. ഒരു സെക്കൻഡ്, വെയിറ്റിംഗ് ടൈം, അത്രയേ ഉള്ളെന്ന് തോന്നുന്നു. ഇടയ്ക്ക് ഞാൻ വേറെ എന്തോ ഒരു സാധനം ഓക്കെ കിട്ടി. വെയിറ്റിംഗ് ടൈം ഇത്രയാണ് നമുക്ക് വരുന്നത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ടേൺ അറൗണ്ട് ടൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? നമ്മുടെ കംപ്ലീഷൻ ടൈമേ മൈനസ് അറൈവൽ ടൈം. കംപ്ലീറ്റ് ആവാനെടുത്ത ടൈമേ മൈനസ് അറൈവ് ചെയ്ത സമയം. 3 - 3 3. പിന്നെ അങ്ങനെ ഓരോന്നിൻ്റെ നമ്മൾ ടേൺ അറൗണ്ട് ടൈം കാൽക്കുലേറ്റ് ചെയ്യും. വെയിറ്റിംഗ് ടൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ കംപ്ലീഷൻ ടൈമേ മൈനസ് ടേൺ അറൗണ്ട് ടൈം. അപ്പോൾ അത് നമ്മൾ മുമ്പ് എഴുതിയ ഇക്വേഷൻ തന്നെ, അത് വെച്ചിട്ട് രണ്ടിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക, ആവറേജ് കണ്ടുപിടിക്കുക, അത്രയേ ഉള്ളൂ. ഈ ഗൺ ചാർട്ട് വരച്ച് കഴിഞ്ഞാൽ ആ സംഭവം ഭയങ്കര എളുപ്പം. കംപ്ലീഷൻ ടൈം എങ്ങനെ എഴുതുന്നതെന്ന് ഞാൻ പറഞ്ഞില്ലല്ലേ. കംപ്ലീഷൻ ടൈം എങ്ങനെ എഴുതുന്നതെന്ന് അറിയോടാ? കംപ്ലീഷൻ ടൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ്, ഇതിപ്പോൾ ഈ ഓർഡറിൽ തന്നെ എഴുതണമെന്നില്ല. ഞാനിത് ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ് ആയതുകൊണ്ട് ഇതിനെ ഞാൻ ഈ ഗൺ ചാർട്ടിൻ്റെ ഓർഡറിൽ അങ്ങ് എഴുതിയെന്നേ ഉള്ളൂ. ഇതിനകത്ത് തന്നെ എഴുതാം. കംപ്ലീഷൻ ടൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ P1 കംപ്ലീറ്റ് ആവാനെടുത്ത സമയം. P1 ഇവിടെ എവിടെ കംപ്ലീറ്റ് ആയിരിക്കുന്നത്? ഇവിടെ. കംപ്ലീറ്റ് ആവാനായിട്ട് എടുത്ത സമയം എത്രയാണ്? 9 മില്ലി സെക്കൻഡ്. നെക്സ്റ്റ് P2 കംപ്ലീറ്റ് ആവാനായിട്ട് എടുത്ത സമയം എത്രയാണ്? 17 മില്ലി സെക്കൻഡ്. ഇവിടാണ് അത് തീർന്നേക്കുന്നത്. P3 കംപ്ലീറ്റ് ആവാനായിട്ട് എടുത്ത സമയം എത്രയാണ്? 3 മില്ലി സെക്കൻഡ്.
P4 കംപ്ലീറ്റ് ആവാനായിട്ട് എടുത്ത സമയം എത്രയാണ്? അതായത് ഇവിടെ 19 മില്ലി സെക്കൻഡ്. P5 അതുപോലെ തന്നെ കംപ്ലീറ്റ് ആയത് എപ്പോഴാണ്? അതായത് ഇവിടെ 13 മില്ലി സെക്കൻഡ്. ഇതാണ് നമ്മുടെ കംപ്ലീഷൻ ടൈം. ഇത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നത്? ടേൺ അറൗണ്ട് ടൈം ആൻഡ് വെയിറ്റിംഗ് ടൈം കണ്ടുപിടിക്കുന്നത്. ഇതേ ഓർഡർ തന്നെ എഴുതാം കേട്ടോ. ഞാൻ ബാക്കിയല്ല അതേ ഓർഡർ തന്നെ എഴുതിയിരിക്കുന്നത്. ഞാൻ ഈ ഫസ്റ്റ് കം മാത്രമേ ഉള്ളൂ അല്ലാതെ എഴുതിയിരിക്കുന്നത്. അത് വെറുതെ എനിക്കെന്തോ അങ്ങനെ എഴുതണമെന്ന് തോന്നി ഞാൻ അങ്ങനെ എഴുതിയത്. അങ്ങനെ തന്നെ വേണം എന്നൊന്നുമില്ല. പിന്നെ ആവറേജ് കണ്ടുപിടിക്കുക. നമ്മുടെ ഇത് സം ചെയ്തിട്ട് by 5. ഇനി നമ്മുടെ ലാസ്റ്റ് കം ഫസ്റ്റ് സെർവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സെയിം ആസ് നമ്മുടെ ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ് ആണ്. എന്ത് മാത്രമാണ് വ്യത്യാസം വരുന്നത്? നമ്മുടെ ഗൺ ചാർട്ട് റിവേഴ്സ് ആവും. ഇവിടെ ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ് ഏറ്റവും ആദ്യമേ എത്തുന്നതാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തതെന്നുണ്ടെങ്കിൽ ഇവിടെ വരുമ്പോഴത്തേക്കിന് ഏറ്റവും ലാസ്റ്റ് എത്തുന്നതിനെയായിരിക്കും നമ്മൾ ഇവിടെ ആദ്യമേ എക്സിക്യൂട്ട് ആവുന്നത്. അപ്പോൾ ഇവിടുത്തെ നമ്മുടെ ഈ ഒരു റെഡി ക്യൂവിൽ എല്ലാവരും മറ്റേത് ഫസ്റ്റ് കം ആദ്യത്തെ ആൾ ഇവിടെ എത്തിക്കൊണ്ടിരുന്നപ്പോൾ ഇയാളെ എക്സിക്യൂട്ട് ചെയ്തായിരുന്നു. അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും അടുത്തത് വരുന്നത്. പാരലായിട്ട് ഇങ്ങനെ എക്സിക്യൂഷൻ നടന്നുകൊണ്ടേ ഇരിക്കുക. പക്ഷേ ലാസ്റ്റ് കം ഫസ്റ്റ് സെർവിനകത്തിൽ എന്താ സംഭവിക്കുന്നതെന്ന് അറിയോടാ? ഒരാൾ വന്ന് കയറി അത് ഉടനെ നമ്മൾ കംപ്ലീറ്റ് ആക്കത്തില്ല. നമ്മൾ എല്ലാവരെയും വന്ന് നിർത്തി കഴിഞ്ഞിട്ട് അതിൽ നിന്ന് ലാസ്റ്റ് വരുന്ന ആളെ ആയിരിക്കും നമ്മൾ ഫസ്റ്റ് എടുത്ത് എക്സിക്യൂട്ട് ആവുന്നത്. അപ്പോൾ ഇതിലെ ഏറ്റവും ലാസ്റ്റ് അറൈവൽ ടൈം P4 P4ൻ്റെ ബേസ്റ്റ് ടൈം 2 മില്ലി സെക്കൻഡ് അത് നിന്നു. പിന്നെ P2 ആയി ഏറ്റവും ലാസ്റ്റ് വന്നത് വിത്ത് അറൈവൽ ടൈം 2. അത് എത്ര ആയിട്ട്? ബേസ്റ്റ് ടൈം 4. അപ്പോൾ 2 + 4 6 അത് എടുത്തു. അങ്ങനെ വീണ്ടും ഗഞ്ചാട്ട് വരച്ചു എടുത്തു. അത് അത്രയേ ഉള്ളൂ. ഇനി നമുക്ക് വരുന്നത് ഷോർട്ടസ്റ്റ് ജോബ് ഫസ്റ്റ്. ഷോർട്ടസ്റ്റ് ജോബ് ഫസ്റ്റ് 2 എണ്ണം ഉണ്ട്. നമ്മുടെ പ്രീഎംറ്റീവും ഉണ്ട്, നോൺ പ്രീഎംറ്റീവും ഉണ്ട്. ഫസ്റ്റ് നമുക്ക് ഇത് പറഞ്ഞിട്ട് നോൺ പ്രീഎംറ്റീവ് പറഞ്ഞിട്ട് പ്രീഎംറ്റീവിലോട്ട് പോകാം. കാരണം ഇത് ഇച്ചിരി മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടൊന്നല്ല, എങ്കിലും ഇത് ഇച്ചിരി കമ്പാരിറ്റീവ്ലി ഇത് ഇച്ചിരി കൂടെ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ഏതെടുക്കാം? ആദ്യമേ ഫസ്റ്റ് നോൺ പ്രീഎംറ്റീവ് എടുക്കാം. പേര് തന്നെ ഉണ്ട്. എന്തുവാ? ഷോർട്ടസ്റ്റ് ജോബ് ഫസ്റ്റ്. ഏറ്റവും കുറവ് ടൈം ഉള്ളതിനെ നമ്മൾ ആദ്യമേ എക്സിക്യൂട്ട് ചെയ്യും. ഓക്കെ. അപ്പോൾ ഫസ്റ്റ് ഇവിടെ ആരും വെയിറ്റ് ചെയ്തില്ല. നമ്മൾ ആ വന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഓർഡർ അനുസരിച്ചും നമ്മുടെ അറൈവൽ ടൈമും നമ്മുടെ ബേസ്റ്റ് ടൈമും രണ്ടും കൂടെ നോക്കിയിട്ടായിരിക്കും നമ്മുടെ ഇവിടുത്തെ എക്സിക്യൂഷൻ നടക്കുന്നത്. ഓക്കെ. അപ്പോൾ ഫസ്റ്റ് ഇത്രയും ഓക്കെ, ഇത്രയും തന്നെ നോക്കി. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. P1 P2 P3 P4 P5 അറൈവൽ ടൈം തന്നിട്ടുണ്ട്, ബേസ്റ്റ് ടൈം തന്നിട്ടുണ്ട്. അപ്പം ഫസ്റ്റ് ഏറ്റവും ആദ്യമേ ആരെത്തി? P4 എത്തി. P4 എത്തിയപ്പം അടുത്ത ആൾ ഷോർട്ടസ്റ്റ് ജോബ് ഉള്ളത് വരാനായിട്ട് നമ്മൾ നോക്കി നിൽക്കുകയോ ഇല്ല. പകരം നമ്മൾ എന്തെടുക്കും? അയാളെ ആദ്യമേ അങ്ങ് എക്സിക്യൂട്ട് ചെയ്യും. കാരണം വന്ന് നിൽക്കുമല്ലേ. അപ്പം P4 0 to 6 മില്ലി സെക്കൻഡ്. അതിൻ്റെ ബേസ്റ്റ് ടൈം 6 ആയിരുന്നു. 6 വരെ എക്സിക്യൂട്ടായി, കംപ്ലീറ്റ് എക്സിക്യൂട്ടായി. ആ 6 മില്ലി സെക്കൻഡ് വന്നപ്പോൾ പിന്നെ 6 മില്ലി സെക്കൻഡ് ആയപ്പോഴത്തേക്കിന് ബാക്കി എല്ലാവരും വന്ന് നിന്നു. അവർ വന്നതിൻ്റെ ഓർഡർ എന്തൊക്കെയാണ്? P1 വന്നു, P2 വന്നു, P3 വന്നു, P5 വന്നു. P4ൻ്റെ 6 മില്ലി സെക്കൻഡ് എക്സിക്യൂട്ടായി കഴിഞ്ഞപ്പോഴത്തേക്കിന് ബാക്കി എല്ലാവരും വന്ന് എന്ത് നിൽക്കുവാടാ? ഇവിടെ ഇങ്ങനെ റെഡി ക്യൂവിൽ നിൽക്കുക. അപ്പം നമ്മുടെ P4 കഥ കഴിഞ്ഞല്ലോ. ഇതിനകത്തിൽ ഇനി ഇവരെല്ലാവരും വന്ന് നിൽക്കുന്നതിനകത്തിൽ ഷോർട്ടസ്റ്റ് ജോബ് ആർക്കാണെന്ന് നോക്കണം. ആർക്കാ? P1 P3. ഇതിലാരാ ആദ്യമേ വന്ന? ടൈയാ. 2 പേരുടെയും ബേസ്റ്റ് ടൈം ഏറ്റവും കുറവ്. അതായത് ഷോർട്ടസ്റ്റ് ജോബാണ് 2 പേർക്ക്, സെയിം ആണ്. അപ്പോൾ അതിൽ ആദ്യമേ ആരെ എടുക്കും? ആദ്യമേ എത്തിയിരിക്കുന്നത് P1 എടുത്തു. എത്ര സെക്കൻഡ് അത് എക്സിക്യൂട്ട് ചെയ്തു? 7 മില്ലി സെക്കൻഡ്. പിന്നെ P3 എടുത്തു. എത്ര സെക്കൻഡ് അത് എക്സിക്യൂട്ട് ചെയ്തു? സെക്കൻഡ് അല്ലടാ, 7 അല്ല, 6 തൊട്ട് 6 + 1 7 മില്ലി സെക്കൻഡ്. P3യും എത്ര മില്ലി സെക്കൻഡ് എടുത്തു? 1 മില്ലി സെക്കൻഡ് എടുത്തു. ഇത് ക്വസ്റ്റ്യൻ ആണ് എടാ. ഞാൻ ബാക്കിയുള്ളതും ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ അങ്ങ് വരച്ചിരിക്കുന്നേ ഉള്ളൂ. ഇത് ക്വസ്റ്റ്യനാണ്. പിന്നെ P5 എത്ര സെക്കൻഡ് എക്സിക്യൂട്ട് ചെയ്തു? 3 സെക്കൻഡ്. പിന്നെ ഏറ്റവും ലാസ്റ്റിൽ ആര് എക്സിക്യൂട്ട് ആവും? P2 5 മില്ലി സെക്കൻഡ്. ഇത് വെച്ചിട്ട് നമ്മൾ കംപ്ലീഷൻ ടേബിൾ എടുക്കുക. ഇത് P1 കംപ്ലീറ്റ് ആയത് എവിടെ? 7 മില്ലി സെക്കൻഡിൽ. P2 എവിടെ കംപ്ലീറ്റ് ആയത്? P2 16 മില്ലി സെക്കൻഡിൽ. P3 എവിടെ കംപ്ലീറ്റ് ആയത്? 8 മില്ലി സെക്കൻഡിൽ. P4 എവിടെ കംപ്ലീറ്റ് ആയത്? 6 മില്ലി സെക്കൻഡിൽ. P5 എവിടെ കംപ്ലീറ്റ് ആയത്? 7 മില്ലി സെക്കൻഡ്. ഇത് വെച്ചിട്ട് ആവറേജ് ടൈം കണ്ടുപിടിച്ചു, വെയിറ്റിംഗ് ടൈം കണ്ടുപിടിച്ചു. ഇനിയും ഇത് എന്ന് വെച്ച് കഴിഞ്ഞാൽ റെസ്പോൺസ് ടൈമാണ്. റെസ്പോൺസ് ടൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുവാണെന്നറിയാം? അവിടെ നമ്മൾ തിയറി പഠിച്ചപ്പം പറഞ്ഞില്ലേ, റെസ്പോൺസ് ടൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അറൈവൽ ടൈമേ മൈനസ് വന്ന സമയം മൈനസ് അല്ലെങ്കിൽ അറൈവൽ ടൈം ആദ്യമേ എക്സിക്യൂട്ട് ആവാൻ തുടങ്ങിയ സമയം, പ്രോസസ്സ് എക്സിക്യൂട്ട് ആവാൻ തുടങ്ങിയ സമയമേ മൈനസ് അറൈവൽ ടൈം.
അപ്പം ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ P1 എത്രാമത്തെ മില്ലി സെക്കൻഡിൽ എക്സിക്യൂട്ട് ആവാൻ തുടങ്ങിയേ? 6ാമത്തെ മില്ലി സെക്കൻഡിൽ. 6ാമത്തെ മില്ലി സെക്കൻഡിലാണ് P1 എക്സിക്യൂട്ട് ആവാൻ തുടങ്ങിയ മൈനസ് അത്. പക്ഷെ എപ്പോൾ എത്തിയായിരുന്നു? P1ൻ്റെ അറൈവൽ ടൈം എത്ര? 2. 2ാമത്തെ മില്ലി സെക്കൻഡിലേ പക്ഷെ അത് എത്തിയായിരുന്നു. എടുത്തത് എപ്പോഴാണ്? 6ാമത്തെ മില്ലി സെക്കൻഡിൽ. പക്ഷെ അയാൾ എപ്പോൾ എത്തിയായിരുന്നു? 2ാമത്തെ മില്ലി സെക്കൻഡിലേ എത്തിയായിരുന്നു. അതുകൊണ്ട് 6 - 2 എത്രയാണ്? 4 മില്ലി സെക്കൻഡ്. അതേപോലെ തന്നെ P2നെ എക്സിക്യൂട്ട് ചെയ്യാൻ തീർന്നതല്ല, തുടങ്ങിയ സമയം എത്രയാണ്? 11 മില്ലി സെക്കൻഡ്. 11 മൈനസ്, പക്ഷേ P2 എപ്പോഴേ എത്തി? 1ാമത്തെ മില്ലി സെക്കൻഡിൽ എത്തി. 11 - 1 എത്ര? 10. അങ്ങനെ ഓരോന്നിൻ്റെത് കണ്ടുപിടിക്കുക. അതാണ് എന്ത്? റെസ്പോൺസ് ടൈം. ഇനി നമുക്ക് അതിൻ്റെ എന്ത് നോക്കാം? ഷോർട്ടസ്റ്റ് ജോബ് ഫസ്റ്റിൻ്റെ പ്രീ എംപ്റ്റീവ് നോക്കാം. പ്രീ എംപ്റ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? നമ്മൾ വഴി മാറിക്കൊടുക്കും. പ്രയോറിറ്റിയിലുള്ളതോ അല്ലെങ്കിൽ ഷോർട്ടസ്റ്റ് ജോബോ വരുന്ന ടൈമിൽ ഇതുവരെ എക്സിക്യൂട്ട് ആയിക്കൊണ്ടിരിക്കുന്ന ആൾ മാറിക്കൊടുക്കും. എന്തിനു വേണ്ടിയിട്ട്? എക്സിക്യൂട്ട് ആവാനായിട്ട്. അപ്പോൾ ഫസ്റ്റ് ഇതിനകത്തിൽ ആദ്യമേ ആരെത്തി? P4 എത്തി. P4 എക്സിക്യൂട്ടായി. 0 to 1 1 മില്ലി സെക്കൻഡ് P4 എക്സിക്യൂട്ടായി. ആ എക്സിക്യൂട്ടായി കഴിഞ്ഞിട്ട് നമ്മളിവിടെ നോക്കും. ഫസ്റ്റ് 1 മില്ലി സെക്കൻഡ് കഴിഞ്ഞപ്പോഴത്തേക്കിന് ആരെങ്കിലും വന്നു. ആര് വന്നു? P2 വന്നു. അപ്പോൾ ഇതിൻ്റെ 1 മില്ലി സെക്കൻഡ് എക്സിക്യൂട്ടായി കഴിഞ്ഞു. P4 ആദ്യമേ വന്നു. P4ൻ്റെ 1 മില്ലി സെക്കൻഡ് എക്സിക്യൂട്ടായി കഴിഞ്ഞിട്ട് നമ്മൾ നോക്കാം ആരെങ്കിലും വന്നു. ആര് വന്നു? P2 വന്നു. അപ്പം P4ൻ്റെ നമ്മളിവിടെ ഷോർട്ടസ്റ്റ് ജോബ് അല്ലേ നോക്കുന്നത്. അപ്പോൾ ഇവിടെ ഇപ്പം നമുക്ക് P4ഉം വന്ന് നിൽപ്പുണ്ട്, P2ഉം വന്ന് നിൽപ്പുണ്ട്. ഇതിൽ ഷോർട്ടസ്റ്റ് ടൈം ആർക്കാണ് നോക്കി അവരായിരിക്കും ആദ്യമേ ഇനിയും എക്സിക്യൂട്ട് ആവാൻ. നെക്സ്റ്റ് 1 തൊട്ടുള്ള സ്ലോട്ടിൽ എക്സിക്യൂട്ട് ആവാനായിട്ട് പോകുന്നത്. P4ൻ്റെ ബേസ്റ്റ് ടൈം എത്രയാണ്? 6. നിന്ന് എത്ര പോയി? 1 മില്ലി സെക്കൻഡ് ഓൾറെഡി ഇവിടെ എക്സിക്യൂട്ട് ആയി. അപ്പോൾ P4ന് ബാക്കി 6 - 1 = 5 ബേസ്റ്റ് ടൈം അല്ലെങ്കിൽ 5 മില്ലി സെക്കൻഡ് അവൈലബിൾ ആണ്. P2ന് എത്ര മില്ലി സെക്കൻഡ് അവൈലബിൾ ആണ്? 5 മില്ലി സെക്കൻഡ്. 2 പേർക്കും 5 ആണ് ഇനി അവൈലബിൾ ആയിട്ടുള്ളത്. പക്ഷേ ഇതിൽ ആദ്യമേ എത്തിയ P4. അതുകൊണ്ട് നമ്മൾ P4നെ തന്നെ വീണ്ടും എക്സിക്യൂട്ട് ചെയ്യും. അപ്പം 0 to 1 P4, 1 to 2 ആര് തന്നെ എക്സിക്യൂട്ടായി? P4 തന്നെ എക്സിക്യൂട്ടായി. അതായത് 2 മില്ലി സെക്കൻഡ് P4 എക്സിക്യൂട്ടായി. വീണ്ടും 2ാമത്തെ മില്ലി സെക്കൻഡ് കഴിയുമ്പോൾ നമ്മൾ നോക്കും ആരെങ്കിലും വന്നിട്ടുണ്ടോ? ആരാ വന്നേ? 2 മില്ലി സെക്കൻഡ് കഴിയുമ്പോഴത്തേക്കിന് P1 വരും. അപ്പം P1 വന്നു. P1 അപ്പോൾ ആരൊക്കെ വന്നു നിന്നു? P4 വന്നു നിന്നു, P2 വന്നു നിന്നു, P1 വന്നു നിന്നു. P4ൻ്റെ എക്സിക്യൂഷൻ എത്ര? വീണ്ടും ആദ്യമേ 5 ആയിരുന്നു. 5ൽ നിന്ന് പിന്നെ 1 കുറഞ്ഞു, 4 ആയി. P2ൻ്റെ എത്ര? 5. P1ൻ്റെ ബേസ്റ്റ് ടൈം എത്ര? 1. ഇതിൽ ഏറ്റവും കുറവാർക്ക? P1ന്. അതുകൊണ്ട് P1നെ നമ്മൾ വീണ്ടും എക്സിക്യൂട്ട് ചെയ്യും. കണ്ടോ? അപ്പോൾ 2 to എത്ര വരെ? 1 മില്ലി സെക്കൻഡിൽ ആര് എക്സിക്യൂട്ട് ആവും? P1 എക്സിക്യൂട്ട് ആവും. 2 to 3. ഇനിയും 3ാമത്തെ മില്ലി സെക്കൻഡ് ആകുമ്പോഴത്തേക്കിന് നോക്കും ആരൊക്കെ വന്നിട്ടുണ്ട്. എടാ 2 മില്ലി സെക്കൻഡ് ആകുമ്പോഴത്തേക്കിന് P1ഉം വരും, P5ഉം വരും. P5ഉം 2 മില്ലി സെക്കൻഡാണ്. ഇവർ തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ഇവർക്കാണ് ഷോർട്ടസ്റ്റ് ജോബ്. അതുകൊണ്ടാണ് നമ്മൾ ഇവരെ എടുക്കുന്നത്. P1 വരെ. അപ്പോൾ നമുക്ക് ഇവിടെ വരെ P4 2 മില്ലി സെക്കൻഡും എക്സിക്യൂട്ടായി, P1 1 മില്ലി സെക്കൻഡും എക്സിക്യൂട്ടായി. ഇപ്പോൾ ഇത്രയും പേര് ക്യൂവിൽ വന്ന് 3 മില്ലി സെക്കൻഡ് കഴിഞ്ഞപ്പോഴത്തേക്കിന് ഇത്രയും പേര് ക്യൂവിൽ വന്ന് നിൽപ്പുണ്ട്. ഇതിൽ ആരെയാണ് നമ്മൾ എടുക്കുന്നത്? P1നെ എക്സിക്യൂട്ടാക്കി കഴിഞ്ഞു. P4, P2, P5 ആർക്കായിട്ടും ഷോർട്ടസ്റ്റ് ടൈം? P5. അപ്പം P5നെ നമ്മൾ എക്സിക്യൂട്ട് ചെയ്യും. P5ൻ്റെ 1 മില്ലി സെക്കൻഡ് എക്സിക്യൂട്ട് ആയി കഴിഞ്ഞിട്ട് നമ്മൾ നോക്കും. അപ്പോഴത്തേക്കിന് എത്ര മില്ലി സെക്കൻഡ് ആവും? 4 മില്ലി സെക്കൻഡ്. 4ാമത്തെ മില്ലി സെക്കൻഡിൽ ആരൊക്കെ വരും? ഇതുവരെ P1 മാത്രമല്ലേ ഉള്ളൂ എക്സിക്യൂട്ട് അയക്കുന്നത്. P2 വന്ന് നിൽപ്പുണ്ട്, P3 വന്ന് നിൽപ്പുണ്ട്, P4 വന്ന് നിൽപ്പുണ്ട്, P5 വന്ന് നിൽപ്പുണ്ട്. ഇവരുടെ പ്രയോറിറ്റി നമ്മൾ ഇനിയിപ്പം ചെക്ക് ചെയ്യും. ഈ ഒരു സമയം ആകുമ്പോഴത്തേക്കിന് P2ൻ്റെ പ്രയോറിറ്റി എത്ര? 5. ഇതുവരെ നമ്മൾ എക്സിക്യൂട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടില്ല ഭാവത്തിന്. പിന്നെ P3യുടെ സമയം എത്ര? 1 മില്ലി സെക്കൻഡ്. 1 ഉള്ളൂ ബേസ്റ്റ് ടൈം. P4 എത്ര? 6 ഉണ്ടായിരുന്നു. 6ൽ നിന്ന് 2 ഓൾറെഡി എക്സിക്യൂട്ട് ആയി കഴിഞ്ഞു. അപ്പോൾ വീണ്ടും പിന്നെ എത്ര ഉണ്ട്? 4 ഉണ്ട്. പിന്നെ P5 എത്ര? 3. ഇതിലേറ്റവും ലോവസ്റ്റ് ആർക്കാടാ? P3. പിന്നെ P3നെ എക്സിക്യൂട്ട് ആവും. അത് കഴിയുമ്പോഴത്തേക്കിന് എല്ലാവരും ഓൾറെഡി വന്ന് റെഡി ക്യൂവിൽ നിൽക്കുമായിരിക്കും. പിന്നെ ഇതിനകത്തിൽ ഏറ്റവും കുറവുള്ളതിനെ പിന്നെ എക്സിക്യൂട്ട് ചെയ്യും. P5, പിന്നെ
P4 പിന്നെ P2 ആ രീതിയിലാണ് ഈ ഒരു സാധനം എഴുതുന്നത്. പിന്നെ ഇതേപോലെ തന്നെ നമ്മൾ എന്തും കംപ്ലീറ്റ് ചെയ്യും, ഇതും കംപ്ലീറ്റ് ചെയ്യും. ഇത് എഴുതിക്കട്ടെ. ഫസ്റ്റ് നമ്മൾ പ്രോസസ് ടൈം ഇത്രയും നമുക്കുണ്ടല്ലോ. കംപ്ലീഷൻ ടൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ P1 എവിടെ കംപ്ലീറ്റ് ആവുന്നത് 3 മില്ലി സെക്കൻഡിൽ, അത് എഴുതി. പിന്നെ P2 എവിടെ കംപ്ലീറ്റ് ആവുന്നത് കണ്ടോ, P2 എവിടെ കംപ്ലീറ്റ് ആയ 16 മില്ലി സെക്കൻഡിൽ. P3 എവിടെ കംപ്ലീറ്റ് ആയ, P3 എവിടെ കംപ്ലീറ്റ് ആയ 5 മില്ലി സെക്കൻഡിൽ. P4 എവിടെ കംപ്ലീറ്റ് ആയ, ഇവിടെയും P4 ഉണ്ട്, ഇവിടെയും P4 ഉണ്ട്. പക്ഷെ നമ്മൾ ഏത് P4നെ കംപ്ലീഷൻ ടൈമായിട്ട് എടുക്കുന്നത്, P4 കംപ്ലീറ്റ് ആയ സമയമാണ് നമ്മൾ ഇവിടെ നോക്കുന്നത്. അതായത് വേണ്ട ഇത് 11 മില്ലി സെക്കൻഡ്. പിന്നെ P5 എവിടെ കംപ്ലീറ്റ് ആയ, വേണ്ട ഇവിടെ അല്ല, P5 ഇവിടെ അല്ല കംപ്ലീറ്റ്, കണ്ടോ P5 ഇവിടെയുണ്ട്, ഇവിടെയുണ്ട്. പക്ഷെ ഇതിൽ ഏതാ കംപ്ലീറ്റ് ആയത് എവിടെ, ഇവിടെ 7. അതായത് ബാക്കി ഇക്വേഷൻ വെച്ച് കണ്ടുപിടിച്ചു. അത്രയേ ഉള്ളൂ. ഇനി നെക്സ്റ്റ് പ്രയോറിറ്റി ഷെഡ്യൂളിങ്.